അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനുള്ളത് മഹാനായ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മഖ്ബറയുടെ ചാരത്താണ്. താനൂർ അങ്ങാടിക്കടുത്താണ് മഹാൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. നക്ഷബന്ദിയ ത്വരീഖത്തിൻ്റെ കേരളത്തിലെ സമുന്നതനായ ഇതിഹാസ നായകനായിരുന്നു മർഹൂം ഷെയ്ഖ് അവർകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് മഹാരഥൻ്റെ പിതാമഹന്മാർ. മഹാൻ്റെ കുടുംബത്തിൽപ്പെട്ട പല പ്രമുഖരും ഇസ്ലാമിക പ്രബോധനവുമായി ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ അഹമ്മദ് യമനി എന്ന മഹാൻ കർണാടകയിലെ കുന്തപുരം എന്ന സ്ഥലത്ത് തൻ്റെ 30ഓളം മുരീദുകളുമായി വന്നിറങ്ങുകയും ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൗത്രനായ അഹമ്മദ് അസാനി കുന്തപുരത്തിൽ നിന്നും മയ്യയി അഥവാ മാഹിയിൽ വന്ന് താമസമാക്കി അവിടെ പ്രവിശാലമായ ഒരു പള്ളി നിർമ്മിക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രനായ അലിയുൽ യമനി ആണ് മഹാനായ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ പിതാവ്. മാഹിയിൽ വെച്ച് തന്നെ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർ തൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളിയിലെത്തി അവിടുത്തെ മുദരിസും ഖാദിയുമായിരുന്ന മർഹൂം സൈനുദ്ദീൻ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ധാരാളം അറിവ് നുകർന്നു. ഹിജ്റ 1299 ഉസ്താദ് സൈനുദ്ദീൻ മുസ്ലിയാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പിന്നീട് പൊന്നാനിയിൽ പോയി ഉസ്താദ് വലിയ അഹമ്മദ് എന്ന ബാവ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ജ്ഞാനത്തിൻ്റെ നിറകുടമായിരുന്ന ഉസ്താദിൽ നിന്ന് ധാരാളം വിജ്ഞാനം കരസ്ഥമാക്കിയ മഹാനവറുകൾ 1301 ഉസ്താദ് ബാവ മുസ്ലിയാരുടെ വിയോഗത്തോടെ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ പോയി പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഈ സമയത്ത് ധാരാളം ഇൽമ് കരസ്ഥമാക്കിയ മഹാനവറുകൾ ഒരിക്കൽ കിതാബിലൊരു സംശയമുണ്ടായി. ഉസ്താദിൽ നിന്നും മാറി മറ്റൊരു റൂമിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയായിരുന്നു മഹാനവറുകൾ. പെട്ടെന്ന് മഹാനായ ഔക്കോയ മുസ്ലിയാർ ആ റൂമിൽ നിന്ന് മഹാനവറുകൾ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുകയും തൻ്റെ ശിഷ്യൻ്റെ അടുക്കിൽ വന്നിട്ട് ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞത്, ഞാൻ കിതാബിലുള്ളൊരു സംശയം മഹാനായ ഗസാലി ഇമാമുമായി തീർക്കുകയായിരുന്നു എന്നാണ്. മഹാനായ ഔക്കോയ മുസ്ലിയാർ അവസാനം തൻ്റെ ശിഷ്യനായ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ ശിഷ്യനായി, ആത്മീയ ലോകത്തുള്ള ശിഷ്യനായി എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ അറിയുന്നത്. മഹാനായ ഔക്കോയ മുസ്ലിയാരുടെ മരണശേഷം താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് തുടങ്ങി. കുറച്ച് വർഷങ്ങൾ അവിടെ ദർസ് നടത്തിയ മഹാനവറുകൾ പള്ളിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മറ്റൊരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയിലേക്ക് ദർസ് മാറ്റുകയും ചെയ്തു. ധാരാളം പ്രഗത്ഭരായ ശിഷ്യന്മാർ മഹാനവറുകൾക്കുണ്ടായിട്ടുണ്ട്. ആ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്ന വീട്. ഹിജ്റ 1300 വഫാത്തായ പ്രമുഖ വലിയും അനേകം ശിഷ്യഗണങ്ങളുടെ ഗുരുവുമായ ന്യൂഞ്ഞേരി കുഞ്ഞി മുഹമ്മദ് ഷെയ്ഖിൽ നിന്നുമാണ് നക്ഷബന്ദി ത്വരീഖത്ത് മഹാനവറുകൾ കരസ്ഥമാക്കിയത്. ശേഷം ധാരാളം ശിഷ്യഗണങ്ങൾ ഈ ത്വരീഖത്തിലൂടെ മഹാന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അറബി ഭാഷയിൽ അവഗാഹ പാണ്ഡിത്യമുള്ള മഹാനവറുകൾ ഒരുപാട് രചനകൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. മഹാനവറുകൾ 3 വിവാഹം കഴിച്ചിരുന്നു. കുഴിപ്പുറം കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ പുത്രിയുമായിരുന്നു ആദ്യ വിവാഹം.
രണ്ടാമത്തെ വിവാഹം കൊയിലാണ്ടിയിലെ പുതിയ വീട്ടിൽ മൂസാൻ മുസ്ലിയാരുടെ പുത്രിയുമായി. പിന്നീട് മഹാൻ്റെ ത്വരീഖത്തിൻ്റെ ഷേഖായിരുന്ന ഞൂഞ്ഞേരി ഷേഖിൻ്റെ മകളെ വിവാഹം ചെയ്തു. തൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരുന്നു ഞൂഞ്ഞേരി ഷേഖിൻ്റെ മകൾ ആയിഷ. സഹോദരൻ്റെ മരണശേഷമാണ് ആയിഷയെ മഹാനവറുകൾ വിവാഹം ചെയ്തത്. ഹിജ്റ 1322 ഷവ്വാൽ 22 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാൻ്റെ മഖ്ബറയുടെ തൊട്ടടുത്തായിട്ട് മറ്റു 3 ഖബറുകൾ നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ഖബർ മഹാൻ്റെ മൂത്തപുത്രൻ താനൂർ ഫഖീഹ് മുഹമ്മദ് മുസ്ലിയാരുടേതും, രണ്ടാമത്തെ മഖ്ബറ തൻ്റെ രണ്ടാമത്തെ മകൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മഖ്ബറയുടെ തൊട്ടടുത്ത് മറ്റൊരു മഖ്ബറയുണ്ട്. അത് മഹാൻ്റെ ഭാര്യ മഹാനായ ഞൂഞ്ഞേരി ഷെയ്ഖിൻ്റെ മകളായ ആയിഷ എന്ന ഉമ്മയുടെയുമാണ്. അതുപോലെ തന്നെ മക്കാമിന് പുറത്തായിട്ട് ഒരു മഖ്ബറ നമുക്ക് കാണാം. അത് മഹാനവറുകളുടെ മറ്റൊരു പുത്രൻ അലി എന്ന കുഞ്ഞുട്ടി മുസ്ലിയാരുടേതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.